സംപൂജ്യ സ്വാമിജി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ്, വളരെയധികം പൂജ്യാർഹരായ സന്യാസി ശ്രേഷ്ഠന്മാരെ, നടന്നുകൊണ്ടിരിക്കുന്ന സത്രത്തിൽ ഇവിടെ പങ്കുചേർന്ന് സന്തോഷം ലഭിക്കാൻ വേണ്ടി വന്ന എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. കേരളത്തിൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് സപ്താഹം എന്നുള്ളത്. ജനിച്ചു വീഴുന്ന കുട്ടിയടക്കം സപ്താഹം എന്ന വാക്കിനെ കേൾക്കാത്ത ആരുമില്ല. എഴുന്നേറ്റു നിൽക്കാൻ ത്രാണിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും സപ്താഹയജ്ഞങ്ങൾ നടത്തുന്നു. വളരെയധികം പ്രാധാന്യമുള്ള സപ്താഹ യജ്ഞങ്ങളിൽ നമ്മളേറെ ഒരുപക്ഷെ പരിചയമുള്ള ഒരു വാക്കല്ല സത്രം എന്നുള്ളത്. സപ്താഹത്തിലെ പോലെ ശ്ലോകാനുശ്ലോകം പദാനുപദം അർത്ഥം പറയൽ സത്രങ്ങളുടെ സ്വഭാവമല്ലല്ലോ. പൊതുവെ സത്രങ്ങളുടെ ഉദ്ദേശം വ്യക്തമാണ്. വളരെയധികം പ്രധാനപ്പെട്ട വിഷയങ്ങളെ കോർത്തിണക്കി അവ വളരെ സമഗ്രമായി പഠിക്കാൻ ഭാഗവതത്തിലെ വളരെ വിശേഷമായ ഓരോ വിഷയങ്ങളെയും കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ, അതുവഴി ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളെയും പറ്റി പഠിക്കാൻ ഒരു വലിയ പരിശ്രമമാണ് സത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സത്രത്തിൻ്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ ഭാഗവതത്തിലെ ഓരോ വിഷയങ്ങളുടെയും ഒരു സമഗ്രമായ പഠനം നടക്കും. പക്ഷെ ഒരു പ്രശ്നം സംഭവിക്കാൻ വഴിയുള്ളത്, ഓരോ കഥകൾക്കും വിഷയങ്ങൾക്കും ഉള്ളിൽ പ്രത്യേകമായി പറയാൻ പറ്റുന്ന ഒരു തത്വമുണ്ടല്ലോ. ഈ തത്വങ്ങളെയാണ് അതിയായി ശ്രദ്ധിക്കേണ്ടത് എന്നും, പറയുന്ന കഥകളല്ല നമുക്കൊരു അപകടം വരാൻ സാധ്യതയുള്ളത്. ഓരോ കഥയും എന്തിനു പറയുന്നു എന്ന അതിൻ്റെ പിന്നിലുള്ള സൂക്ഷ്മമായ തത്വത്തെ അതങ്ങ് ചിലപ്പോൾ മറന്നുപോകും. ഏതൊരു ഉദ്ദേശത്തിലാണോ, ഏതൊരു അർത്ഥവാദത്തിനാണോ ഈ കഥ സൂചിപ്പിച്ചത്, ആ കഥയിലൂടെ പഠിക്കാൻ പരിശ്രമിച്ച അതിൻ്റെ സൂക്ഷ്മമായ തത്വത്തെ അതങ്ങ് ചിലപ്പോൾ മറന്നുപോകും. എന്നിട്ടോ ആ കഥയെ മുറുകെ പിടിക്കും. സൂക്ഷ്മമായ തത്വം പറയാൻ അർത്ഥവാദമെന്ന വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഥ. അർത്ഥം കിട്ടിയോ, തത്വം കിട്ടിയോ? കിട്ടി എങ്കിലേ ആ കഥയെ അങ്ങ് മാറ്റിവെച്ചേക്കൂ. നമ്മൾ വഴിവക്കിൽ വളരെയധികം ദാഹം തോന്നുമ്പോൾ കരിക്ക് കുടിക്കാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്തും. കരിക്ക് കുടിക്കും. സത്ത് കിട്ടിയോ, തത്വം കിട്ടിയോ? കിട്ടി എങ്കിൽ ആ കരിക്ക് തന്ന തേങ്ങ അങ്ങ് മാറ്റിവെച്ചേക്കൂ. ഇല്ലില്ല, ആ തേങ്ങയും ഞാൻ കയ്യിൽ പിടിക്കും. അത് വീട്ടിൽ കൊണ്ടുപോയി വച്ചാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ ജൈവവാതകങ്ങൾ ഉണ്ടായി തുടങ്ങും. ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള ഒരു അന്തരീക്ഷമാകും പിന്നെ. അതുകൊണ്ട് തത്വം കിട്ടിയാൽ കഥയെ മാറ്റിവെക്കുക. ഓരോ കഥകളും അതിൻ്റെ ഏറ്റവും അടിയിലുള്ള തത്വം പറഞ്ഞു, തത്വം കേട്ടു. ഇങ്ങനെ ഭാഗവതത്തിലെ ഓരോ കഥാതന്തുവും നമ്മളോട് ആഖ്യാന രൂപത്തിൽ പറഞ്ഞത് തത്വത്തെ സ്വീകരിക്കുക,
അതുവഴി ഭാഗവതത്തിൻ്റെ അന്തസാരം, ഉദ്ദേശം ഉറപ്പാണല്ലോ. എല്ലാ ദുഃഖനിവൃത്തിയും ഇല്ലാതാകുന്ന അവസ്ഥ, എല്ലാ ദുഃഖവും അകന്നുപോയി. എന്തിനാ കഥ മുഴുവൻ കേട്ടത്? അതിൽ നിന്നുള്ള ആ സൂത്രത്തെ, അതിൻ്റെ ആത്മാവിനെ, സത്യത്തെ, സ്വത്വത്തെ, അകക്കാമ്പിനെ, ഉൾക്കാമ്പിനെ, ചൈതന്യത്തെ പിടിച്ചു വാങ്ങി. അതിൽ നിന്ന് കിട്ടുന്ന തത്വങ്ങളെ സ്വീകരിച്ച് സമ്പൂർണ്ണ ദുഃഖ നിവാരണവും എനിക്ക് ഉണ്ടാകണം. അപ്പോൾ ഉറപ്പാണ് ഭാഗവതം ഇപ്പോഴത്തെ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് എല്ലാം എനിക്ക് ഒരു മാറ്റം വേണം. എല്ലാ ദുഃഖവും അകന്ന് അങ്ങേറ്റമുള്ള കേരളത്തിൻ്റെ തനതായ ഭാഷ മോക്ഷം കിട്ടണം നമുക്ക്. ഉറപ്പാണ്. ഭാഗവത കഥ ഓരോന്നും കേട്ടത് സ്വസ്വരൂപത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം എല്ലാ സംസാര ദുഃഖങ്ങളിൽ നിന്ന് അകന്നു മാറാൻ വേണ്ടിയുള്ള ഓരോ കഥകളുടെയും തത്വങ്ങളൊക്കെ എടുത്തോ. അപ്പോഴാ ഒരു സംശയം, മോക്ഷമാണ്, അത് മരിച്ചതിന് ശേഷമല്ലേ? ആര് പറഞ്ഞു? ഭാരതത്തിലെ ഗുരുപരമ്പര മുഴുവൻ നമ്മളോട് പറഞ്ഞത് മോക്ഷമെന്നത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ട മഹാഭാഗ്യം തന്നെയാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ മോക്ഷം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർവ്വ ദുഃഖങ്ങളിൽ നിന്ന് അകന്നു മാറിയ ആ സ്വരൂപത്തെ കണ്ടറിഞ്ഞ ആ ഭാവമുണ്ടല്ലോ, അത് അപ്പം മരിച്ചതിന് ശേഷം അല്ല. ഒരാളെന്നോട് പറഞ്ഞു, സുഹൃത്തെ വിശക്കുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉവ്, നല്ല വിശപ്പുണ്ട്. എന്നൊരു പഴം തരട്ടെ. ആ, പഴം തരൂ. അല്ല, ഇപ്പം തരില്ല കേട്ടോ, മരിച്ചതിന് ശേഷം തരാം. അതെന്തൊരു പറച്ചില്ല അപ്പ. അങ്ങനെയാണ് മരിച്ചതിന് ശേഷം ഈ കാര്യം നമ്മൾ ഓർക്കും എന്നെന്താ ഉറപ്പുള്ളത്? ഇനി അല്ല നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും എന്നെന്താ ഉറപ്പുള്ളത്? ഇനി അല്ല നിങ്ങൾ എനിക്ക് തരും എന്നതിന് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് മരിച്ചതിന് ശേഷമുള്ള മോക്ഷം ഉണ്ടല്ലോ, അതവിടെ കയ്യിലിരുന്നോട്ടെ, ഇപ്പൊ വല്ലതും തരുമോ? ഉവ്, എങ്കിലേ അതിൻ്റെ പേരാണ് മോക്ഷം. അപ്പൊ കഥ കേട്ടത് എന്തിനായിരുന്നു? ഓരോ കഥകളും വിഷയങ്ങളും കേട്ടതും പഠിച്ചതും അതിൻ്റെ അന്തസാരത്തെ പിടിച്ചെടുക്കാനാ. പിടിച്ചെടുത്തോ എങ്കിൽ ഇനി കഥ മാറ്റി വയ്ക്കൂ. നമ്മുടെ ഗുരുക്കന്മാർ ഓരോരുത്തരും, നമ്മുടെ പരമ്പര മുഴുവൻ നമ്മളോട് പറഞ്ഞത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേട്ടതിനെ മാറ്റിവെക്കും. ശങ്കരാചാര്യർ വളരെ ചെറുപ്പത്തിലെ കൊച്ചു ശങ്കരന് സന്യസിക്കണം എന്നാണ് അതിയായ ആഗ്രഹം. അമ്മ ആര്യാമ്പയോട് പല ഉരു പറഞ്ഞു. ആര്യാമ്പയുടെ മനസ്സ് അങ്ങേയറ്റം വിഷമിച്ചു പോയി. അപ്പോൾ ആര്യാമ്പ പറയും, എൻ്റെ കുട്ടി, അച്ഛനില്ല നിനക്ക്. അച്ഛനില്ലാത്ത നിന്നെ നോക്കി അമ്മ ഇപ്പൊ ജീവിതത്തിൽ കുറച്ചെങ്കിലും സന്തോഷിക്കുന്നത് നിന്റെ ഈ നിഷ്കളങ്കമായ ഓമനത്വമുള്ള മുഖം കാണുമ്പോഴാണ്. നീ കൂടി പോയാൽ പിന്നെ അമ്മ എന്ത് ചെയ്യും? അമ്മയ്ക്ക് ആകെയുള്ള പ്രതീക്ഷ നീയാണ്. നിന്റെ ഓരോ ഓട്ടവും, നിന്റെ ഓരോ ചിരിയും അമ്മയ്ക്ക് നൽകുന്ന സന്തോഷം, അത് എത്രയെന്ന് പറയാൻ പറ്റില്ല ശങ്കര. അതുകൊണ്ട് എൻ്റെ കുട്ടി സന്യസിക്കൊന്നരുത് കേട്ടോ എന്ന് പറയും. എന്തായാലും അമ്മയുടെ വിഷമം കാണുമ്പോൾ ശങ്കരൻ്റെ മനസ്സിൽ തീരുമാനമെടുത്തു, എന്തായാലും ഇനി സന്യാസത്തെ പറ്റി അമ്മയോട് പറയുന്നില്ല. കാലം കുറച്ച് കഴിഞ്ഞു. ശങ്കരന് 8 വയസ്സായി. 8 എന്നുള്ളത് ഇപ്പം ഞാൻ ഇട്ട പ്രായമാണ് കേട്ടോ. ആ കുട്ടി അമ്മയോടൊപ്പം പെരിയാറ്റിൽ കുളിക്കാൻ പോകുന്നു. ഓരോ പടികളും പതുക്കെ ഇറങ്ങി ആ പുഴയിൽ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കുട്ടി കുളിക്കാനും കളിക്കാനുമായി വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി തുടിക്കുന്നതിൻ്റെ പൊന്നോമനയെ കണ്ട് അമ്മ അങ്ങേയറ്റം സന്തോഷത്തോടെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന തുണിയെല്ലാം കഴുകുകയാണ് അമ്മ.
വളരെ പെട്ടെന്നാണ് തൻ്റെ മകൻ്റെ ഒരു വലിയ ശബ്ദം കേട്ട് അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ശങ്കരൻ കരയാണ്. കരയുന്ന ശങ്കരനോട് അമ്മ ചോദിച്ചു, ശങ്കര, നിനക്ക് എന്താ പറ്റിയേ? അമ്മ, എൻ്റെ കാലിലൊരു മുതല പിടിച്ചു അമ്മ എന്ന് പറഞ്ഞു കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിയുടെ കാലിൽ മുതല പിടിച്ചാൽ വേദനിക്കുന്നത് അമ്മയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് അമ്മയും കരയാൻ തുടങ്ങി. കരയുന്ന അമ്മയോട് ശങ്കരൻ പറഞ്ഞു, അമ്മ, എന്നെ സന്യസിക്കാൻ അനുവദിക്കാമോ? അപ്പോൾ മുതല എൻ്റെ കാലിൽ നിന്ന് വിടൂട്ടോ. അമ്മ ആലോചിച്ചു, എൻ്റെ കുട്ടി ഇപ്പം മരിക്കുന്നതിലും ഭേദം സന്യസിക്കട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ കാണാലോ. അമ്മ സമ്മതം കൊടുത്തു. അത്ഭുതം, ശങ്കരന്റെ കാലിൽ നിന്ന് മുതല പിടിവിട്ടു. ആ കുട്ടി കരയിലേക്ക് കയറി വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഈ ഭാരതമാസകലം ഒരു കൊടുങ്കാറ്റ് കണക്കെ യാത്ര ചെയ്ത് ഭാരതത്തിന്റെ 4 മൂലയിൽ 4 മഠങ്ങൾ സ്ഥാപിച്ച ഈ ശങ്കരന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ ചോദ്യങ്ങളായി. യുക്തി സമർത്ഥനം കൂടി വേണമല്ലോ. അല്ല, എൻ്റെ യുക്തി നിങ്ങളുടെ ഈ കഥയെ അത്ര കണ്ട് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ സുഹൃത്തെ. 2 പേര് തമ്മിലുള്ള ഡയലോഗൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മുതലങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുവോ? അതെന്തൊരു മുതലിയത്? ഇങ്ങനെയുണ്ടോ ഒരു മുതല? കുട്ടിയുടെ കാലിൽ മുതല പിടിച്ചു, കുട്ടി കരഞ്ഞു, മുതല വെയിറ്റ് ചെയ്തു. അമ്മ തിരിഞ്ഞു നോക്കി, ചോദ്യം ചോദിച്ചു. മുതല വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നു. അപ്പൊ അമ്മ ചോദിച്ചു, ശങ്കര എന്താ പറ്റിയേ? അമ്മ, എൻ്റെ കാലിൽ മുതല പിടിച്ചു. ആ മുതലയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണേ. മുതല, ഐ ആം ഫുള്ളി കൺഫ്യൂസ്ഡ്. അർജുനൻ പറഞ്ഞതാണ് ശരി, ചഞ്ചലം ഹി മനകൃഷ്ണ എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? അപ്പൊ അടുത്ത ഡയലോഗ് കുട്ടിയുടെയാണ്. മുതല പിടിച്ചു, ഡയലോഗ് കഴിഞ്ഞു. അടുത്ത ഡയലോഗ് അമ്മയുടെ ആലോചനയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ സമ്മതിക്കുന്നു, മുതല പിടിവിടുന്നു. ഇങ്ങനൊരു മുതലുണ്ടോ ലോകത്തിൽ? എൻ്റെ യുക്തി സമ്മതിക്കുന്നില്ലല്ലോ. പറഞ്ഞു, ശങ്കരൻ എന്ന 8 വയസ്സുള്ള കുട്ടിക്കൊരു പരമമായ സത്യമറിയാം. സന്യാസം എന്നല്ല, ലോകത്തിൽ ഞാൻ ഏതൊരു മംഗളകർമ്മത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അമ്മ സമ്മതിക്കണം, എൻ്റെ അമ്മ ആശീർവദിക്കണം. അമ്മയുടെ സമ്മതവും ആശീർവാദവും അനുഗ്രഹവും ഇല്ലാതെ ഏതു മംഗളകർമ്മത്തിൻ്റെയും പരിപൂർത്തി എനിക്ക് ലഭിക്കില്ല. ഇതറിയാവുന്ന കുട്ടി, അമ്മയുടെ ശ്രേഷ്ഠത അറിയാവുന്ന കുട്ടി അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയത് തന്നെയാണ്. പക്ഷേ ഈ കഥയിലൂടെ ഒരു തത്വത്തെ ഒളിപ്പിച്ചു വച്ചിരുന്നു നമ്മുടെ ഗുരു ഋഷി. അത് മാതൃമഹത്വമാണ്. പക്ഷേ നമ്മളിപ്പോഴും പഴയ മുതലയുടെ കഥയും പറഞ്ഞ് നടക്കുക. എന്നാലോ മുതല എന്താണോ ആ കഥയിലൂടെ നമ്മുടെ ഋഷി ഗുരു നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, അത് അല്ല കിട്ടിയത്. ഇപ്പോഴും മുതല. അയ്യോ, ആ മുതല സാക്ഷാൽ പരമേശ്വരൻ. അത് വളരെ കുട്ടിക്കാലം തൊട്ട് കുട്ടികളുടെ മനസ്സിലൊരു മുതലയിൽ പോലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ കഥ പറയാം. പക്ഷേ ഈ കുട്ടി വളരില്ലേ, കുട്ടി ചിന്തിക്കാൻ തുടങ്ങില്ലേ? അപ്പോൾ പറയണ്ടേ, ആ കഥയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച സൂത്രം മാതൃമഹത്വമാണ്. അത്ര ശ്രേഷ്ഠമാണ് അമ്മ എന്ന് പഠിപ്പിച്ച് ഈ കഥ അതുപോലെ കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുത്താൽ വർത്തമാനകാലത്തിലെ ദുര്യോഗമൊക്കെ ഇല്ലാതാവില്ലേ? പറഞ്ഞു വന്നത്, ഭാഗവതത്തിൽ ഓരോ ഭാഗവും നമ്മൾ കേട്ട് അത് ശ്രദ്ധിക്കുമ്പോൾ ഓരോ കഥകൾക്കും ഉള്ളിലുള്ള തത്വത്തെ എടുത്ത് കഥയെ മാറ്റിവെക്കണേ. അതിലൂടെ സമ്പൂർണമായിട്ടുള്ള ദുഃഖ നിവാരണം നമുക്ക് വേണം. സത്രത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശം നമ്മുടെ ഗുരുപരമ്പര സൂത്രരൂപത്തിൽ നമുക്ക് തന്ന ഓരോന്നിനെയും മനസ്സിലാക്കാനാണ്. വളരെ വലിയ തപസ്വിയായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, 7-ാം ദിവസം നിങ്ങൾ മരിക്കൂട്ടോ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ തീർച്ചയായും ഞാൻ ആ ഋഷിയോട് പറയും, നിങ്ങളുടെ ശാപം ഫലിക്കില്ല. കാരണം അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ 7 പോലും ഞാൻ തയ്ക്കാൻ വഴിയില്ല, അതിന് മുമ്പേ തീരും.
അതിനു മുമ്പേ എൻ്റെ പണി തീരും. ഇത് കേട്ട പരീക്ഷിത്ത് ആലോചിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ഞാൻ മരിക്കുമെങ്കിൽ ഈ മരണത്തെ അതിക്രമിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ബ്രഹ്മർഷിയോട്, ഭാരതത്തിൻ്റെ ഗുരുപരമ്പരയിലെ പ്രതിനിധിയോട് ചോദിച്ചു, എന്താ വഴി? അപ്പൊ പറഞ്ഞു കൊടുത്തു. കേട്ടപ്പോ സംശയമുണ്ടായി. വീണ്ടും സംശയങ്ങൾ ചോദിച്ചു. ഓരോ സംശയത്തിനും കൃത്യമായ മറുപടി. അതിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഭാരതത്തിലെ ഗുരുക്കന്മാർ നമ്മളോട് തന്ന വിദ്യാഭ്യാസം ഈ ചോദ്യോത്തരങ്ങളാണ്. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പറയും, അത് വിശ്വസിച്ചോ, ഇല്ലെങ്കിൽ സ്വർഗം കിട്ടില്ല കേട്ടോ, ഇല്ല. ഈ സെമിറ്റിക് ചിന്ത ഭാരതത്തിനില്ല. ശാസ്ത്രീയമായ വിദ്യാഭ്യാസമാണ് ഗുരുപരമ്പര നമുക്ക് തന്നത്. ശിഷ്യന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിൽ ഉത്തരങ്ങളെ കൊടുത്തിരുന്ന പരമ്പര. അർജുനന്റെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഉണ്ടാക്കിയ ഗുരുശ്രേഷ്ഠൻ. ഓരോ ഋഷിയും ഓരോ ഗുരുവും ശിഷ്യന്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങളെ അങ്ങട് ഉണ്ടാക്കുന്നു. ഈ ചോദ്യങ്ങളിലൂടെ സമഗ്രമായ പഠനം നടത്തിയ പാരമ്പര്യമുള്ള നാട് നമ്മുടെ. അതിലൂടെ 7-ാം ദിവസത്തിൽ പരീക്ഷിത്ത് ജീവിച്ചിരിക്കുമ്പോഴേ മരണത്തെ അതിക്രമിക്കാൻ പഠിച്ചു. ഈ മനോഹരമായ കഥയിൽ ഗുരുപരമ്പര എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ഈ മണ്ണിൻ്റെ മണമുള്ള നിറമുള്ള ആ വേഷം ധരിച്ച, കഷായ വസ്ത്രം ധരിച്ച അല്ല, അതിൻ്റെ അപ്പുറത്ത് ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മുടെ അമ്മയടക്കമുള്ള ഈ ഗുരുപരമ്പര നമുക്ക് തന്നത് വളരെ ശ്രേഷ്ഠം, അന്വേഷിച്ചു ചെന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ പരിവർത്തനങ്ങൾ. ഭാരതം ലോകത്തിന് കൊടുത്തതും ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവമാണ്. പൊതുവെ ഭാരതം ഭാവ രാഗ താള ലയ സംഗമ ഭൂമി. ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഭാവവും, രാഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രാഗവും, താളങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല താളവും കൂടിച്ചേർന്ന മനോഹരമായി ഭാവരാഗ താളലയ സംഗമ ഭൂമി. ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഭാവം ഭക്തിയാണ്, ഡിവോഷൻ. താളങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല താളം ഡിസിപ്ലിൻ, അച്ചടക്കമാണ്. രാഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രാഗം ഡ്യൂട്ടി, ധർമ്മമാണ്. ഡിവോഷൻ, ഡിസിപ്ലിൻ, ഡ്യൂട്ടി. ഈ ഭാവ രാഗ താള ഭാരതം എന്ന നാട് പറഞ്ഞു തന്നു നമ്മുടെ ഗുരുക്കന്മാർ. ഭാസിൽ രമിക്കുന്ന നാടാണ്. അറിവിൽ തപം ചെയ്യുന്ന, അറിവിനെ സ്വീകരിക്കാൻ വേണ്ടി 2 കൈയും നീട്ടി നിൽക്കുന്ന, അറിവിനെ ഉപാസിക്കുന്ന, അറിവിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള, അറിവിനെ പൂജ്യമായി കരുതുന്ന ഈ ഭാരതത്തിൻ്റെ സങ്കല്പം അറിവാണ്. അറിവാണ് നമ്മുടെ ശ്രേഷ്ഠമായ ഭാവം. അറിവിനെയാണ് നാം പൂജിക്കുന്നത്. അറിവാണ് നമ്മുടെ ആരാധ്യഭാവം. നഹി ജ്ഞാനേന സദൃശം എന്ന് പറഞ്ഞത് അറിവിന് തത്തുല്യമായി ലോകത്തിൽ ഒന്നുമില്ല. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ യാത്രക്കിടയിൽ ആലപ്പുഴ ജില്ലയുടെ സമാപനവും പത്തനംതിട്ട ജില്ല ആരംഭിക്കുന്നതുമായിട്ടുള്ള ചെങ്ങന്നൂർ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു വിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തെ വളരെ കുട്ടിക്കാലം തൊട്ട് പരിചയമുള്ള കൃഷ്ണൻ നമ്പ്യാതിരി എന്ന കൃഷ്ണൻ അന്ന് അവിടെ ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനാണ്. കൃഷ്ണൻ കാണാൻ വന്നു ഗുരുദേവനെ. ഗുരുദേവൻ പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം വിദ്യാലയത്തിലെ മുതിർന്ന കുട്ടികളുമായിട്ടൊന്ന് വരൂ കൃഷ്ണ. ഈ കൃഷ്ണൻ നമ്പ്യാതിരിയെ നമുക്കറിയാം. ഈ കൃഷ്ണൻ നമ്പ്യാതിരിയാണ് നമ്മൾ പിൽക്കാലത്ത് ഒരുപക്ഷെ ഇത്രയേറെ ആത്മശക്തിയുള്ള ഒരു ഋഷി, സാക്ഷാൽ ആഗമാനന്ദ സ്വാമികൾ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം എന്ന ഭാവം ഉണ്ടാക്കിയത് ഒരുപക്ഷെ ആഗമാനന്ദ സ്വാമികളായിരിക്കും.
ആ കൃഷ്ണൻ തൻ്റെ വിദ്യാർത്ഥികളെയും കൊണ്ട് ഗുരുദേവനെ കാണാൻ ചെന്നു. ഗുരുദേവൻ ആ കുട്ടികളോട് ചോദിച്ചു, എൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. ഞാൻ കുറെ കാലമായി ഈ സംശയം ഒന്ന് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. എന്താ സംശയം? അല്ല, ആരാണ് സവർണൻ, ആരാണ് അവർണൻ എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? കുട്ടികൾ പറഞ്ഞു, സവർണൻ എന്നാൽ മേലാളൻ, ഉയർന്നവൻ, ഉയർന്ന കുലത്തിൽ ജനിച്ചവൻ, വെളുത്തവൻ, വരേണ്യവർഗത്തിൽപ്പെട്ടവൻ, ഉപനയന കർമ്മം കഴിഞ്ഞവൻ, പൊതുനിരത്തിലൂടെ നടക്കാൻ പറ്റുന്നവൻ എന്നിങ്ങനെ വളരെ പെട്ടെന്ന് ഉത്തരവും കിട്ടി. അപ്പോൾ അവർണൻ ആരാ? അവർണൻ എന്നാൽ കീഴാളൻ, പൊതുനിരത്തിലൂടെ നടക്കാൻ പറ്റാത്തവൻ, കണ്ണിൽ കാണാൻ പോലും പറ്റാതെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കേണ്ടവൻ, വിദ്യാഭ്യാസത്തിന് വകയില്ലാത്തവൻ, കറുത്തവൻ എന്നൊക്കെ ഉത്തരം പറഞ്ഞപ്പോൾ അതുവരെ കുട്ടികളോട് ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഭാരതത്തിലെ ഓരോ വാക്കും വ്യാഖ്യാനിച്ചോളൂ. പക്ഷേ ഓരോ വാക്കും വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിപ്പോവരുതേ. വൈദിക ഭാഷയുടെ അടിസ്ഥാനത്തിലെ ഭാരതത്തിലെ ഓരോ വാക്കും വ്യാഖ്യാനിക്കാവൂ. വൈദിക ഭാഷ സംസ്കൃതമാണ്. സാക്ഷാൽ മാക്സ് മുള്ളർ ദി കൾച്ചേർഡ് എന്ന് പറഞ്ഞ സുസംസ്കൃതം. ആ ഭാഷയിലെ, വൈദിക ഭാഷയിലെ ഓരോ വാക്കും വ്യാഖ്യാനിക്കാവൂ. സംസ്കൃതത്തിൽ വർണ്ണം എന്ന വാക്കിന് അറിവ്, ജ്ഞാനം, വെളിച്ചം എന്നൊക്കെയല്ലേ അർത്ഥം? സവർണം എന്നാൽ അറിവിൽ ഉയർന്നവൻ എന്നാണ് അർത്ഥം. അവർണനോ എങ്കിൽ അറിവിൽ താഴെയുള്ളവൻ. അറിവിൽ ഉയർന്നവനും അറിവിൽ താഴെയുള്ളവനുമേ ഈ നാട്ടിലുള്ളൂ, ഈ ലോകത്തിലുള്ളൂ. നിങ്ങൾ വിദ്യാർത്ഥികൾ എത്ര അറിവുള്ള സവർണന്മാരാണ്. ആ സവർണന്മാരായ നിങ്ങൾക്ക് ഈ കേരളക്കരയാകെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അവർണന്മാർക്കും വിദ്യ കൊടുത്ത്, അറിവ് കൊടുത്ത് അവരെ എല്ലാം സവർണന്മാരാക്കാൻ പറ്റില്ലേ? അങ്ങനെ ഈ കേരളം സവർണന്മാരെ കൊണ്ട് നിറയട്ടെ. അറിവാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ നാരായണ ഗുരുദേവന്റെ പിൻതലമുറയാണ് നമ്മൾ. അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സവർണനെയും അവർണനെയും തിരിച്ചത്. വർണ്ണസിദ്ധാന്തം ശാസ്ത്രീയമാണ്. ജാതി സമ്പ്രദായം അബദ്ധജടിലം, അശാസ്ത്രീയം. വർണ്ണസിദ്ധാന്തത്തിന് യുക്തിഭദ്രതയുണ്ട്, പക്ഷെ ജാതി സിദ്ധാന്തത്തിന് ഏത് യുക്തിയാണ് ഉള്ളത്? അറിവാണ് ശ്രേഷ്ഠം. ഭാരതത്തിൻ്റെ മുഖമുദ്ര അറിവാണ്. ഈ അറിവാണ് ഭാരതത്തിൻ്റെ ഗുരുപരമ്പര നമുക്ക് തന്നത്. അപ്പോഴാ സംശയം, ഇംഗ്ലീഷുകാരനും തന്നത് അത് തന്നെയല്ലേ? ഇംഗ്ലീഷുകാരൻ നമ്മളോട് വിദ്യാഭ്യാസത്തിന് പകരമായി പറഞ്ഞത് എഡ്യൂക്കേഷനാണ്. പക്ഷേ ഭാരതത്തിലെ ഗുരുക്കന്മാർ, ഭാരതത്തിലെ ഗുരുപരമ്പര നമുക്ക് തന്നത് വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷൻ അല്ല. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, എഡ്യൂക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം വിദ്യാഭ്യാസം എന്ന് അല്ല. എഡ്യൂക്കേഷൻ ഈസ് ഈക്വൽ വിദ്യാഭ്യാസം അല്ല. എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും രണ്ടാണ്. വിദ്യാഭ്യാസം നമുക്ക് തന്നത് ഭാരതത്തിന്റെ ഗുരുപരമ്പരയാണ്. എഡ്യൂക്കേഷൻ തന്നത് ഇംഗ്ലീഷുകാരനാണ്. ഭാരതത്തിന്റെ വിദ്യാഭ്യാസം വിദ്യ പ്ലസ് അഭ്യാസം ഈസ് ഈക്വൽ വിദ്യാഭ്യാസം. പഠിച്ച വിദ്യ ജീവിതത്തിൽ അഭ്യസിച്ചാൽ, അനുവർത്തിച്ചാൽ, അത് ജീവിതത്തിൽ ഉപാസിച്ചാൽ വിദ്യാഭ്യാസമുണ്ട്. പഠിച്ച വിദ്യ ജീവിതത്തിൽ അഭ്യസിക്കുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല, ഉപാസിക്കുന്നില്ല എങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷന്റെ അർത്ഥം എന്താ? ഒരു സംശയവും അരുതേ, അക്ഷരജ്ഞാനം. എഡ്യൂക്കേഷൻ ഈസ് ഈക്വൽ അക്ഷരജ്ഞാനം. ഭാരതത്തിന്റെ വിദ്യാഭ്യാസത്തിന് തത്തുല്യമായ അതിൻ്റെ ഒരു വശത്ത് പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല. സ്വർണം പറയൂത്രേ, എന്നെ നിങ്ങൾ അടിച്ചോളൂ, എന്നെ പല രൂപത്തിലാക്കിക്കോളൂ, എന്നെ വലിച്ചു നീട്ടിക്കോളൂ, പക്ഷേ ഒരു ത്രാസിൽ കുന്നിക്കുരു വെച്ചിട്ട് എന്നെ അതിനോട്
ഉപമിക്കരുതേ, തുലനം ചെയ്യരുതേ, അളന്നു നോക്കരുതേ. അതെനിക്ക് വലിയ വിഷമമാണ്. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ഇംഗ്ലീഷുകാരൻ്റെ എഡ്യൂക്കേഷനുമായി വെച്ച് താരതമ്യം ചെയ്യല്ലേ. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസം അതിൻ്റെ ശ്രേഷ്ഠതയുടെ ഒരു വശത്തുപോലും ഇരുത്താൻ പറ്റില്ല എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ കൊണ്ടാണ് ഈ ദൈവിക സുന്ദര സാക്ഷര കേരളം ഇങ്ങനെ വഴിപിഴച്ചു പോയത്. അബദ്ധസഞ്ചാരം നടത്തുന്ന നമ്മുടെ തലമുറ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. സത്യമാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. വിദ്യാഭ്യാസമില്ല. എംഎയുടെ എംകോമിൻ്റെ സർട്ടിഫിക്കറ്റുമായി ചിരിച്ചുകൊണ്ട് വരിക മകൾ. അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ അതീവ വിദ്യാസമ്പന്നയായി കേട്ടോ. അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കേട്ട ശബ്ദം കേട്ടപ്പോൾ സർട്ടിഫിക്കറ്റും കണ്ടപ്പോൾ അടുക്കളയിരുന്ന കടകോലിങ്ങട് എടുത്ത് കുട്ടിയുടെ തലയിൽ ഒരു തട്ട് തട്ടിയിട്ട് പറഞ്ഞു, മോളെ നിനക്ക് അക്ഷരജ്ഞാനത്തിന് ഗവൺമെന്റ് തന്ന സർട്ടിഫിക്കറ്റാണ് അത്. വിദ്യാഭ്യാസം ആയിട്ടില്ല. വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ഉപനിഷത്തിലെ ഋഷി മനോഹരമായ ഒരു ശ്ലോകം പഠിപ്പിച്ചു, മനോഹരമായ മന്ത്രങ്ങൾ പഠിപ്പിച്ചു. ഏത് കൊച്ചുകുട്ടിയും വളർന്നു വലുതാകുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കേണ്ട മന്ത്രം, ഒന്നാമത്തെ മന്ത്രം പഠിപ്പിച്ചു, മാതൃദേവോ ഭവ. രണ്ടാമത്തെ മന്ത്രം പഠിപ്പിച്ചു, പിതൃദേവോ ഭവ. മൂന്നാമത്തെ മന്ത്രം പഠിപ്പിച്ചു, ആചാര്യദേവോ ഭവ. പഠിച്ചോ? പഠിച്ചു. എന്താ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്? എംഫിലാണ്. എന്നിട്ട് ഈ വിദ്യ പഠിച്ച വർത്തമാനകാല സാഹചര്യത്തിലേക്ക് ഞാൻ എൻ്റെ ഇരു കണ്ണും തുറന്നൊന്നു നോക്കി. അപ്പോഴാണ് അതീവ വിദ്യാഭ്യാസമുള്ള തലമുറ പഠിച്ച ഈ വിദ്യാഭ്യാസമെന്ന് നാം തെറ്റിദ്ധരിച്ച എഡ്യൂക്കേഷൻ പഠിച്ചവരെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ കുട്ടി പറയുകയാണ്, ഒന്നാമത്തെ മന്ത്രം ഞാൻ പഠിച്ചു കേട്ടോ. എന്തായിരുന്നു? മാതൃദേവോ ഭവ. എന്താ ചെയ്തത്? അമ്മയെ മുട്ടിക്കുത്തിന് പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി, സാധിച്ചാൽ ഗുരുവായൂർ നടയിൽ തന്നെ കൊണ്ടുപോയി തള്ളി, അങ്ങേയറ്റം പരമാവധി വിഷമിച്ചൊരു വൃദ്ധസദനത്തിലാക്കിയിട്ട് പറഞ്ഞു, ഒന്നാമത്തെ മഹാമന്ത്രം പഠിച്ചു കേട്ടോ. എന്തായിരുന്നു? മാതൃദേവോ ഭവ. ഇനി വല്ലതും പഠിക്കാണ്ടോ? ഊട്ടോ, പിതൃദേവോ ഭവ. അച്ഛൻ ഭാഗം തരാത്തതിന് അച്ഛന് നേരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കയ്യിൽ കിട്ടിയ കഠാരയെടുത്ത് അച്ഛനെ ഭയപ്പെടുത്തി. അങ്ങേയറ്റം ദണ്ഡിപ്പിച്ചതിന് ശേഷം വർത്തമാനകാലത്തിൻ്റെ എഡ്യൂക്കേഷനുള്ള വിദ്യാർത്ഥി പറഞ്ഞു, രണ്ടാമത്തെ മഹാമന്ത്രവും പഠിച്ചു. എന്തായിരുന്നു? പിതൃദേവോ ഭവ. ഇനി വല്ലതും പഠിക്കണോ? ഇനി പഠിക്കണം കേട്ടോ, ആചാര്യദേവോ ഭവ. പ്രിൻസിപ്പാളിനെ മുറിക്കുള്ളിലിട്ട് പൂട്ടി ഖരാവോ ചെയ്ത് ജയ് വിളിച്ച് പച്ചവെള്ളം കൊടുക്കാതെ പരമാവധി ദണ്ഡിപ്പിച്ചിട്ട് പറഞ്ഞു, മൂന്നാമത്തെ മഹാമന്ത്രം ഇല്ലേ, ഞാൻ പഠിച്ചു കേട്ടോ. എന്താ പഠിച്ചത്? ആചാര്യദേവോ ഭവ. എന്താ പഠിച്ചത്? എന്താ ചെയ്തത്? സംശയമരുതേ, ഇതിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ. ഇത് വിദ്യാഭ്യാസം അല്ല. എപ്പോഴാണ് അത് വിദ്യാഭ്യാസമാകുന്നത്? പഠിച്ച വിദ്യ ജീവിതത്തിൽ അഭ്യസിച്ചോ, അനുവർത്തിച്ചോ, ഉപാസിച്ചോ, അത് ജീവിതത്തിൻ്റെ ചര്യയായോ, നമ്മളതായിത്തീർന്നോ? ഇല്ല എങ്കിൽ കയ്യിൽ ധാരാളം സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. 2-3 ഫയല് നിറച്ച സർട്ടിഫിക്കറ്റ്. എന്തോരം സർട്ടിഫിക്കറ്റാ! എന്നിട്ടോ അമ്മ ഈശ്വരനാണെന്ന് കരുതി അമ്മയെ പൂജിക്കുന്ന പൂജ്യമായ ഭാവമൊക്കെ പോയി. വിദ്യാഭ്യാസം, വിദ്യ പ്ലസ് അഭ്യാസം ഈസ് ഈക്വൽ വിദ്യാഭ്യാസം. പഠിച്ച വിദ്യ ജീവിതത്തിൽ അഭ്യസിക്കണം. അല്ലെങ്കിലും എന്തിനും അഭ്യാസം കൂടിയല്ലേ കഴിയൂ. ജലമഭ്യാസയോഗേന ശൈലാനാം കുരുതേ ക്ഷയം കർക്കശാനാം മൃദുസ്പർശം കിം അഭ്യാസേന സാധ്യതേ എന്ന് സുഭാഷിതകാരൻ എഴുതി വെച്ചത് അഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചല്ലേ. എന്തിന്? അർജുനൻ തന്നെ പറഞ്ഞില്ലേ, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുതുഷ്കരം. എൻ്റെ കൃഷ്ണ, ആകെ പ്രശ്നത്തിലപ്പോ എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.
ഗുരു പറഞ്ഞു, നിന്റെ മനസ്സാണ് അർജുന എല്ലാത്തിൻ്റെയും പ്രശ്നം. നീ മനസ്സിൽ നിന്ന് അതൊക്കെ അങ്ങോട്ട് കളയോ? അർജുനൻ എന്ന വിദ്യാർത്ഥി ഒന്ന് ഞെളിഞ്ഞിരുന്നിട്ട് പറഞ്ഞു, മനസ്സിൽ നിന്നൊരു ചിന്ത കളയാൻ അങ്ങനെ പറ്റുമോ? നീ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് കളയൂന്ന് പറഞ്ഞത് പോണ്ടേ? കളയണം എന്നൊക്കെ വിചാരിക്കണുണ്ട്, പക്ഷെ പോണില്ല. അല്ലെങ്കിലും എന്താണോ കളയണമെന്ന് പറയണത് അത് അവിടെ തന്നെ ഇരിക്കും. കഷായം കുടിക്കുമ്പോ കൊരങ്ങനെ ഓർക്കരുത് കേട്ടോ, കഷായം കാണേണ്ട താമസമേ ഉള്ളൂ. എന്താണോ അരുതെന്ന് പറയുന്നത് അത് ചെയ്യാൻ കൂടുതൽ ഒക്കെ മറന്നിരിക്കാവും. അപ്പോഴാണ് മതിലുമ്മ കണ്ടത് ഇവിടെ മൂത്രം ഒഴിക്കരുത്. അപ്പൊ മൂത്രം ഒഴിക്കാൻ ഒരാഗ്രഹം, മറന്നിരിക്കുകയായിരുന്നു. ഇവിടെ പരസ്യം അരുത്, അപ്പൊ ഇവിടെ പരസ്യം എഴുതല്ലേ, മറന്നിരിക്കുകയായിരുന്നു. ഏതൊന്നാണോ അരുതെന്ന് പറഞ്ഞത് അത് ചെയ്യാൻ ഇത്തിരി ഉത്സാഹം കൂടും. മനസ്സിൽ നിന്ന് അത് കളയൂ. ഇതങ്ങനെ പോവോ കൃഷ്ണ? അങ്ങേക്ക് അറിഞ്ഞൂടെ ഈ മനസ്സിനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ വായോരിവസു തുഷ്കരം, കാറ്റിനെ ഒരു ചരടെടുത്തിട്ട് കെട്ടാൻ പറ്റുമോ? ഇതുപോലെയാ മനസ്സിനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ തോറ്റു അല്ലേ കൃഷ്ണ എന്ന മട്ടിൽ അങ്ങോട്ട് തല ഉയർത്തിയിരിക്കുക അർജുനൻ. ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ. അല്ലയോ കുന്തിപുത്ര, അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ഞെളിയില്ലേ? അസംശയം, ഒരു സംശയവും വേണ്ട. മനോ ദുർനിഗ്രഹം, മനസ്സിനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് എനിക്കും അറിയാം, പക്ഷെ പറ്റില്ല എന്ന് പറയരുത്. ബുദ്ധിമുട്ടാണ്. എപ്പ പറ്റും? നീ നല്ല അഭ്യാസം നടത്തൂ. നമ്മുടെ കയ്യിലൊരു അഭ്യാസം ഉണ്ടേ, അതല്ല. നിരന്തരമായ നല്ല അഭ്യാസത്തിലൂടെ മനസ്സിനെയും പിടിച്ചു കെട്ടാം. ഭാരതത്തിന്റെ ഗുരു പരമ്പര പറഞ്ഞത് വിദ്യ പ്ലസ് അഭ്യാസം ഇസ് ഈക്വൽ വിദ്യാഭ്യാസം. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഡിക്ഷണറിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എഡ്യൂക്കേഷൻ എന്ന വാക്കിന് വിദ്യാഭ്യാസം എന്നാണ് അർത്ഥം. ഡിക്ഷണറിയാണ് നമ്മുടെ ആരാധ്യ ഗ്രന്ഥം അല്ലേ? ഡിക്ഷണറിക്ക് അപ്പുറത്ത് ഇനിയൊരു ലോകമൊന്നും ഇല്ല അല്ലേ? എന്നാൽ ഡിക്ഷണറിയിൽ വേറൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിക്കുന്നവരെയൊക്കെ ടീച്ചർ, ഇതാണ് പൊതുവെ പറയുക. അപ്പോഴാണ് ഈ പുരുഷ മേധാവികൾക്ക് തോന്നിയത് ടീച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീലിംഗല്ലേ എന്നൊരു തോന്നല്. അപ്പൊ പറഞ്ഞു, മാസ്റ്റർ മതി. എന്നിരുന്നോട്ടെ, മാസ്റ്റർ. ഇപ്പൊ എല്ലാവരും മാസ്റ്റർമാരായി. അപ്പോ ഈ മാസ്റ്റർ എന്നുള്ള വാക്ക് സാർവത്രികമായി. ഷിപ്പ് മാസ്റ്റർ, പോസ്റ്റ് മാസ്റ്റർ, റെയിൽവേ മാസ്റ്റർ. മാസ്റ്ററും കടെടുത്തു. നന്നത്തിരി ചുരുക്കാം, മാഷ്. MASH, മാഷ്. എന്തർത്ഥം? ഡിക്ഷണറി എന്ന ആരാധ്യ ഗ്രന്ഥം തുറന്നു നോക്കിയപ്പോൾ 3 അർത്ഥം. ചെളിവെള്ളം, കാടിവെള്ളം, എന്തോ കലക്കിയലായനി. എന്താ മാഷേ സുഖല്ലേ എന്ന് വെച്ചാൽ എന്താ ചെളിവെള്ളമേ സുഖമല്ലേ എന്നാണ്. ഡിക്ഷണറിയാണ് ആരാധ്യ ഗ്രന്ഥമെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുള്ള നമുക്കറിഞ്ഞൂടെ, ബസ്സിൽ കയറിയ മാഷ് വിളി തന്നെയാണ്. എന്താ മാഷെ നീങ്ങിക്കും മാഷെ, ചില്ലറതാ മാഷെ നീങ്ങിക്കും മാഷെ, എന്താ മാഷെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കും മാഷെ, ഇരിക്കും മാഷെ. ഭാര്യമാർക്കാണെങ്കിൽ ഭർത്താവിനെ മാഷേന്ന് വിളിക്കാനാ തൃശ്ശൂർ ജില്ലയിൽ താല്പര്യം. വാ മാഷെ, ഇരിക്കും മാഷെ, ചായ കുടിക്കും മാഷെ, എന്താ വൈകിയ മാഷെ, നല്ല നേരത്തെ വരാന്ന് പറഞ്ഞതല്ലേ മാഷെ, ഇങ്ങനെ. അപ്പൊ ഡിക്ഷണറി അല്ല ആരാധ്യഭാവം. ഡിക്ഷണറി ആണെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലാസ് മുറിയിൽ അധ്യാപിക ക്ലാസ് എടുത്തു, വെള്ളത്തിന്റെ രാസനാമം H2O ആണ് എന്ന്. അധ്യാപിക ചോദിച്ചു, ഉപക്രമവും ഉപസംഹാരവും ഒന്ന് തന്നെ ആകണം, ഏത് പറഞ്ഞാണോ ആരംഭിച്ചത് അതിൽ അവസാനിക്കണം എന്നുണ്ടല്ലോ ക്ലാസ് മുറിയിൽ. അതുകൊണ്ട് ഉപക്രമം എന്താണ്, ആരംഭം എന്താണ്? H2O. ഏതിൽ ഉപസംഹരിക്കണം? H2O. അതിനിടയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അഭ്യാസം എന്ന 2ാം ഭാവത്തിലും കടന്നു. അപ്പൊ എന്തായിരുന്നു അഭ്യാസം? വീണ്ടും വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞു. ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും കൂടി ചേർന്നാണ് വെള്ളമുണ്ടായത്. പഠിച്ചോ? പഠിച്ചു. പരീക്ഷയ്ക്ക് വന്ന് എഴുതുവോ? എഴുതും.
എഡ്യൂക്കേഷൻ പൂർത്തിയായി. പഠിച്ചില്ലേ? പഠിച്ചു. എന്താ പഠിച്ചത്? ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും കൂടിച്ചേർന്നപ്പോൾ വെള്ളത്തിന്റെ ഭാവമായി. ഓ ശരി. പക്ഷെ ഭാരതത്തിലെ ഋഷി, ഭാരതത്തിലെ ഗുരു ഒന്നും കൂടിയും പറഞ്ഞു, ഇപ്പോ എഡ്യൂക്കേഷനായി, ഇനി ഇത് വിദ്യാഭ്യാസമാകണ്ടേ? അതുകൊണ്ട് ഭാരതത്തിലെ ഗുരുപരമ്പര പഠിപ്പിച്ചു. അതിൽ ഓക്സിജൻ ഇല്ലേ? ഉവ്വ്. ഈ ഓക്സിജൻ അല്ലേ നമ്മളൊക്കെ ശ്വസിക്കണത്? അതെ. ആ ശ്വസിക്കുന്ന ഞാൻ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ എത്ര ഓക്സിജൻ ശ്വസിക്കേണ്ട ഒരു ദിവസം? അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? എന്നാലൊരളവ് വേണ്ടേ ഇതിന്? അപ്പൊ ഞാൻ ആലോചിച്ചു, ആര് പറഞ്ഞു കേട്ടിട്ടുണ്ട് 3 ഓക്സിജൻ സിലിണ്ടർ ഓക്സിജനാണ് ഒരു ദിവസം ഞാൻ ശ്വസിക്കുന്നത് എന്ന്. അപ്പൊ അടുത്ത ചോദ്യം വന്നു, ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ വില എത്രയാ? അപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞ് 700 ഉറുപ്പിക. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂർ ഞാൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് 2100 രൂപ. എനിക്ക് വേറെ കടമൊന്നുമില്ല കേട്ടോ. ആര് പറഞ്ഞു? 2100 രൂപയുടെ ഓക്സിജൻ ശ്വസിച്ചു ഒരു ദിവസം. ആ ഞാൻ ഒരു വർഷം ജീവിച്ചാൽ 365 × 2100 സമം 7,55,600 ഉറുപ്പിക ഓക്സിജന്റെ പേരിൽ ഞാൻ കടക്കാരനാണിപ്പോൾ. ഇത് വേണോ? വേണം. ശ്വസിക്കണോ? ശ്വസിക്കണം. എങ്കിൽ ഞാൻ 66 വയസ്സ് വരെ ജീവിച്ചാൽ 5 കോടി രൂപയുടെ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. 5 കോടി രൂപയുടെ ഓക്സിജൻ ഈ സമൂഹത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് ശ്വസിച്ച് ഞാൻ കടക്കാരനല്ല എന്ന് പറയാൻ എങ്ങനെയാ പറ്റുക? അപ്പോളാ ഗുരു ചോദിച്ചത്, ഈ ഓക്സിജൻ ആരാ തരണേ? അപ്പൊ ശിഷ്യൻ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ വളരെ നിസാരമെന്ന് വിചാരിച്ച ഈ പുല്ല്, ഈ പൂക്കൾ, ഈ ചെടികൾ, ഈ വൃക്ഷങ്ങൾ, ഈ വൃക്ഷലതാദികൾ, ഈ ചെടികളും പൂക്കളും പുൽകളും മരങ്ങളും ഒക്കെയാണല്ലോ ഈശ്വര എനിക്ക് ഓക്സിജൻ തരുന്നത്. ഞാൻ എത്ര നിസാരെന്ന ഇതിനെ കണ്ടത്. ഞാൻ വളരെ നിസാരമെന്ന് കണ്ട ഇതിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയ ഓക്സിജന്റെ അളവ് 5 കോടി രൂപ. അപ്പോ എനിക്ക് ഈ വൃക്ഷത്തിനോട് ബാധ്യതയില്ലേ? ഈ പ്രകൃതിയോട് എനിക്ക് ബാധ്യതയില്ലേ? ഈ പ്രകൃതിയെ ഞാൻ സംരക്ഷിക്കണ്ടേ? പിറന്നാളിന്റെ ദിവസം ഒരു ദിവസമെങ്കിലും പിറന്നാളിന് വർഷത്തിൽ ഒരിക്കൽ ഒരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചാൽ 66 വൃക്ഷം 66 വയസ്സുകൊണ്ട് വെച്ച് പിടിപ്പിച്ചാൽ എൻ്റെ ഋണമുണ്ടല്ലോ, കടമുണ്ടല്ലോ, അത് ഞാൻ വീട്ടണ്ടേ? കടം വീട്ടാനുള്ളതാണ്. കുട്ടികൾക്ക് അമ്മയോട് ഋണമാണ്, കടമാണ്, അത് വീട്ടണം. എന്നാ അമ്മയ്ക്ക് മക്കളോടോ കടമയാണ്. കടമയും കടവും 2ആണ്. ഈ പ്രകൃതിയോട് എനിക്കുള്ളത് കടമാണ്, ഈ കടം വീട്ടണം. അപ്പോഴാണ് എൻ്റെ ഭാവം ഉയർന്നു, ഞാൻ പ്രകൃതിയെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. നിർത്തിയില്ല എൻ്റെ ഗുരുപരമ്പര. വീണ്ടും പറഞ്ഞു, ആ വെള്ളം ഉണ്ടല്ലോ, ഉവ്വ്, ആ വെള്ളം ഈ പ്രകൃതിയിൽ ഏതാണ്ട് ഒരു 95-96% വെള്ളവും ശുദ്ധജലമല്ലല്ലോ. ആകെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലത്തിന്റെ അളവ് 4% മാത്രമാണ്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, എന്നാ 4% ഉപയോഗിക്കാലോ. അപ്പൊ ഗുരു പറഞ്ഞു, അതിൽ 2% വെള്ളം, 1% ആർട്ടിക്കയിലും 1% അന്റാർട്ടിക്കയിലും മഞ്ഞിന്റെ രൂപത്തിലാ. ഓ, അപ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലത്തിന്റെ അളവ് 2% മാത്രമാണ്. അപ്പൊ 2% ഉപയോഗിച്ചൂടെ? അതിൽ 1% വെള്ളം കട്ടി കൂടിയ വെള്ളമായതുകൊണ്ട് ശുദ്ധജലമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് 1% വെള്ളം മാത്രം. ഈ ഭൂമുഖത്ത് ശുദ്ധജലത്തിന്റെ അളവ് 1%. ഐക്യരാഷ്ട്രസഭ 2038 ഒരു 3ാം ലോക മഹായുദ്ധം ശുദ്ധജലത്തിന് വേണ്ടിയായിരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ആ ശുദ്ധജലത്തിനോട് വിദ്യാഭ്യാസമുള്ള എൻ്റെ ഭാവം എന്താ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടാപ്പ് തുറന്നു കൈ കഴുകാൻ വേണ്ടി, അങ്ങട് ലിറ്റർ കണക്കിന് വെള്ളം തിരിയുമെന്ന കൈ കഴുകാൻ 10 ലിറ്റർ കഴിഞ്ഞു. ഇനി കഴുകിക്കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാലോ? അപ്പൊ ഇത്തിരി മതിയാവും കേട്ടോ, അതിന് മുന്നാണ് കൂടുതൽ.
കുളിക്കാൻ വേണ്ടി ടാപ്പ് തുറന്നു, മുകളിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ വെള്ളം ചീറിപ്പാഞ്ഞ് അങ്ങനെ നിൽക്കുക. ഇത്രയും വന്ന ശരീരം നനയ്ക്കാൻ വേണ്ടി 10 ലിറ്റർ. ഷേവ് ചെയ്യാൻ വേണ്ടി സാക്ഷാത് ജവഹർലാൽ നെഹ്റു ഷേവ് ചെയ്ത് തൻ്റെ ബ്ലേഡ് ഒന്ന് കഴുകാൻ വേണ്ടി ടാപ്പ് തുറന്ന് ആ ബ്ലേഡ് കഴുകി ടാപ്പ് അടച്ചില്ല കേട്ടോ. മഹാത്മാഗാന്ധി നെഹ്റുവിനോട് പറഞ്ഞു, നെഹ്റു, ആ ബ്ലേഡ് കഴുകി കഴിഞ്ഞില്ലേ, എങ്കിൽ ഈ ടാപ്പ് അടച്ചൂടെ? ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഗംഗാനദി അനസ്യൂതം പ്രവഹിക്കല്ലേ, ഇഷ്ടം പോലെ വെള്ളല്ലേ. മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ ലോകത്തിലെ 84 ലക്ഷം ജീവയോനികൾക്കിൽ ഓരോന്നിനും ഈശ്വരൻ വിധിച്ച വെള്ളത്തിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ ബ്ലേഡ് കഴുകാനുള്ള വെള്ളേ ഈശ്വരൻ തന്നിട്ടുള്ളൂ, അതിൽ കൂടുതൽ തന്നിട്ടില്ലല്ലോ. ആവശ്യത്തിനല്ലേ ശുദ്ധജലം ഉപയോഗിക്കാവൂ? നോക്കൂ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമാകുന്നതിൻ്റെ ഭാവം കണ്ടു. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമാകണം. ഭാരതത്തിൻ്റെ ഗുരുപരമ്പര നമുക്ക് തന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവമാണ്. ഈ വിദ്യയാണ്, ആ വിദ്യയിലുള്ള അഭ്യാസമാണ് നമുക്ക് ഇല്ലാതെ പോയത്. ഈ അഭ്യാസമാണ് ഭാരതത്തിൻ്റെ ഗുരുപരമ്പര നമ്മളോട് പറഞ്ഞത്. ഈ വിദ്യ അഭ്യസിക്കൂ. ഈ വിദ്യയിലൂടെ, ഈ അഭ്യാസത്തിലൂടെ ഭാരതത്തിൻ്റെ ഗുരുപരമ്പരയോട് നമുക്കില്ലേ ബ്രഹ്മയജ്ഞം. ഗൃഹസ്ഥൻ്റെ പഞ്ചമഹായജ്ഞങ്ങളിൽ ഈ ഗുരുപരമ്പര തന്ന സ്വാധ്യായം നടത്തി പഠിക്കാനും പഠിപ്പിക്കാനും പറഞ്ഞ ഈ ബ്രഹ്മയജ്ഞം ഋണം ഇല്ലേ, കടം വീട്ടണ്ടേ? ഇംഗ്ലീഷുകാരൻ്റെ എഡ്യൂക്കേഷനിലല്ല ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസം നിലനിൽക്കുന്നത്. ആ വിദ്യാഭ്യാസത്തെ നമുക്ക് സമ്മാനിച്ച ഋഷി ഗുരു മറ്റൊരു ഭാവം കൂടിയും പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ വിദ്യാഭ്യാസം നടക്കുക വീട്ടിലാട്ടോ, ഫാമിലി എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. അതിന് മനോഹരമായി, അത് ഇംഗ്ലീഷുകാരൻ്റെ വാക്കിന് കുറച്ചും കൂടിയും ഫലം കേട്ടോ. FAMILY, ഫാമിലി. കുറച്ചും കൂടി നന്നായി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാദർ ആൻഡ് മദർ. ഐ ലവ് യു. FAMILY, ഫാമിലി. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. അച്ഛനും അമ്മയും സമ്പൂർണ്ണ പ്രേമത്തോടെ ജീവിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ പേരാ ഫാമിലി, കുടുംബം. ഇവിടെയാണ് വിദ്യാഭ്യാസത്തെ ഋഷി പറഞ്ഞത്. അത് ആദ്യത്തെ 7 വയസ്സ് വരെയേ വിദ്യാഭ്യാസം. അപ്പോഴേക്കും ഈ വിദ്യ ഉള്ളിലേക്ക് കൊടുക്കണം. കൊടുക്കേണ്ടതാരാ? ആദ്യ ഗുരു അമ്മയാണ്. വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ തൻ്റെ മാസ്മരികമായ പ്രസംഗം കഴിഞ്ഞ് 4ാം ദിവസം ഒരു വേദിയെ അഭിമുഖീകരിച്ചപ്പോൾ ഒരു സായിപ്പ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ വിഷയത്തെ പറ്റി പറയാമോ സ്വാമിജി എന്ന് പറഞ്ഞു. ചോദിച്ചു, ഇന്ന് ഞാൻ എന്ത് വിഷയത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കണം? സായിപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാണ്ട് സ്വാമി. സ്വാമിജി പറഞ്ഞു, എൻ്റെ നാട്ടിലെ സ്ത്രീകളോ, അതൊരു പ്രതിഭാസമാണ് സുഹൃത്തെ. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഞാൻ ഈ നാട്ടിൽ ചിക്കാഗോ എന്ന ഈ വ്യാവസായിക നഗരിയിൽ വന്ന് ഇവിടെ കണ്ട ഓരോ സ്ത്രീയുടെയും മുഖത്ത് നോക്കി ഞാൻ അവരെയൊക്കെ വിളിച്ചത് അമ്മ എന്നാണ്. ഞാനത് വിളിച്ചപ്പോൾ പലരും എൻ്റെ മുഖത്ത് നോക്കി കണ്ണുരുട്ടി കാണിച്ചു. പലരുടെയും മുഖം ചുവന്നു തൊടുത്തു. പലരും ദേഷ്യഭാവത്തിൽ എന്നെ നോക്കി. എന്നിട്ട് പലരും അടുത്ത് വന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ ചേച്ചിന്ന് വിളിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ എന്ന് കേൾക്കാൻ വിഷമമുണ്ട്, നരച്ചാലും നരപ്പിക്കില്ല. ഈശ്വരൻ നര തന്നപ്പോൾ ഓർത്തു, ഇനി വെയിലൊക്കെ കുറച്ച് കൊണ്ടാൽ മതി കേട്ടോ, ഇതായിരുന്നു ഉദ്ദേശം. അതിന് നരയില്ലല്ലോ, നരയൊക്കെ പോയി.
എല്ലാവരും ഇന്ന് ചെറുപ്പ. പോട്ടെ. ഓരോരുത്തരും എന്നോട് ചേച്ചിന്ന് വിളിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ നാട്ടിൽ വാ, എൻ്റെ ഭാരതത്തിൽ വാ. എൻ്റെ ഭാരതത്തിൽ വന്നാൽ എൻ്റെ നാട്ടിലെ ഓരോ സ്ത്രീയും കേൾക്കാൻ കൊതിക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് കേൾക്കുമ്പോഴേ എൻ്റെ നാട്ടിൽ ഒരു സ്ത്രീ ആകുന്നുള്ളൂ. അത് അമ്മ എന്നുള്ള വാക്കാണ്. അമ്മ എന്ന വാക്ക് കേൾക്കണം എൻ്റെ നാട്ടിൽ. അപ്പോഴാണ് ഒരു സ്ത്രീ ആകുന്നുള്ളൂ. സ്വാമിജി പറയുകയാണ്, എൻ്റെ ആദ്യ ഗുരു അമ്മ. ഞാൻ നനുത്ത പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഭുവനേശ്വരി ദേവിയുടെ ബംഗാളത്തിലെ സൗന്ദര്യമുള്ള അമ്മമാരെ നോക്കിയാൽ പ്രഥമ ഗണനീയനായ ആ എൻ്റെ അമ്മയുടെ കാലിൽ ചെന്ന് ഞാൻ കൈകൊണ്ട് തൊടും. എൻ്റെ കൈയിൻ്റെ ചൂടേറ്റുകൊണ്ട് എൻ്റെ അമ്മ എഴുന്നേൽക്കും. അമ്മ കണ്ണു തുറന്നാൽ ഞാൻ നേരെ അടുക്കളയിലേക്ക് ഒരു ഓടിച്ചെന്ന് ഒരു കിണ്ണത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയോട് പറയും, അമ്മയുടെ വലത് കാലൊന്ന് ആ വെള്ളത്തിൽ മുക്കണേ എന്ന് പറയും. എൻ്റെ അമ്മ തൊഴുകൈയോടുകൂടി അമ്മയുടെ കാല വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ആ വെള്ളം ഞാൻ കുടിക്കും. അപ്പോൾ ആ വെള്ളം എനിക്ക് ഗംഗയേക്കാൾ പവിത്രമാണ്, അത്ര ആരാധ്യമാണ് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഭാവമെന്ന് കരഞ്ഞുകൊണ്ട് ചിക്കാഗോയിൽ സംസാരിച്ചൊരു സ്വാമിജിയുണ്ട്. വളരെ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം എപ്പോഴാണോ കുട്ടിക്ക് നൽകേണ്ടതെന്ന് ഭാരതത്തിൻ്റെ ഗുരുപരമ്പര പറഞ്ഞ അതേ പ്രായത്തിൽ സന്ധ്യാസമയത്ത്, ത്രിസന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റെ മുന്നിലിരിക്കും ഭുവനേശ്വരി ദേവി. തൻ്റെ മകനെ തൻ്റെ മടിത്തട്ടിലിരുത്തും. ഭാരതത്തിലെ അമ്മ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം സംസ്കാരവും കൊടുത്തിരുന്നു. അമ്മിഞ്ഞപ്പാല് മാത്രം, ഒരു ട്രെയിനിങ്ങും വേണ്ട. ലോകത്തിൽ ട്രെയിനിങ് ഇല്ലാണ്ട്, ഗുരുവില്ലാണ്ട് പഠിക്കണ ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? അമ്മിഞ്ഞ കുടിക്കുക. ഒരു ട്രെയിനിങ്ങും വേണ്ട. ബാക്കിയല്ല, കറിക്കരിയാൻ, വെണ്ടക്കായ നുറുക്കാൻ, കായ നുറുക്കാൻ, എഴുതാൻ, ഒരു പേരയ്ക്ക മൂത്തോന്നറിയാൻ നഖമമർത്തണം എന്ന് പറഞ്ഞ് ഒക്കെ എല്ലാത്തിനും ഒരു ഗുരു ഉണ്ടായിട്ടുണ്ടാവും. കണ്ടും കേട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ ഒരു ട്രെയിനിങ്ങും വേണ്ട. ഒരേ ഒരു കാര്യത്തിലാണ്, അതെൻ്റെ പക്ഷാണ്, ഒരേ ഒരു കാര്യത്തിലാണ് ലോകത്തിൽ ഗുരുവില്ലാതെ, കണ്ടും കേട്ടും ഒന്നുമില്ലാതെ നമ്മൾ ആകെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്ര. അമ്മിഞ്ഞപ്പാലിനോടൊപ്പം സംസ്കാരവും കൊടുത്ത അമ്മ എന്ന ഈ ഗുരു സന്ധ്യാസമയത്ത് നിലവിളക്കിൻ്റെ മുന്നിൽ നാമം ജപിക്കുമ്പോൾ തൻ്റെ മകനെ മടിയിൽ പിടിച്ചിരുത്തി ഭുവനേശ്വരി ദേവി ഓരോ കഥകൾ പറയുക. രാമായണത്തിലെ കഥകൾ കേൾക്കുമ്പോൾ കുട്ടിയുടെ കണ്ണങ്ങട് വികസിക്കും, വിടരും കണ്ണ്. പ്രത്യേകിച്ചും ഹനുമാന്റെ കഥ പറഞ്ഞാൽ, ഹനുമാന്റെ കഥ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഉത്സാഹമാണ് ഈ കൊച്ചു നരേന്ദ്രന്. അമ്മയോട് പറയും, അമ്മ എനിക്ക് ഹനുമാനെ കാണാൻ കേട്ടോ എന്ന് പറയും. അമ്മ പറയും, ഹനുമാനെ അങ്ങനെ കാണാൻ പറ്റില്ല, ഹനുമാൻ വലിയ അകലത്തിലാ. കുട്ടി പറയും, പറ്റില്ല, എനിക്ക് ഹനുമാനെ കാണണം. കുട്ടിയുടെ വാശി വലുതാകുമ്പോൾ അമ്മ ഒരു നേരം പോക്കും പറഞ്ഞു, ഹനുമാൻ നമ്മുടെ പറമ്പിന്റെ അങ്ങേയറ്റത്തുള്ള കദളിവാഴത്തോട്ടത്തിനിടയിലെ കദളിവാഴപ്പഴങ്ങൾ കഴിക്കാൻ ഹനുമാൻ സ്വാമി സന്ധ്യാസമയത്ത് വരും നരേന്ദ്ര, അപ്പൊ കാണിച്ചു തരാട്ടോ എന്നും പറഞ്ഞു. കദളിവാഴത്തോട്ടത്തിലെ കദളിവാഴപ്പഴങ്ങൾ കഴിക്കാൻ ഹനുമാൻ സ്വാമി വരൂല്ലേ? ആ വരും. പിറ്റേ ദിവസം സന്ധ്യാസമയത്ത് ഭുവനേശ്വരി ദേവി വിളക്ക് കൊളുത്തിയപ്പോൾ തൻ്റെ ഉണ്ണിയെ കാണാനില്ല. പ്രത്യേകിച്ചും കൽക്കത്തയിലെ സന്ധ്യാസമയം തണുപ്പ് വന്ന് എല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കമ്പിളിപ്പുതപ്പിൽ ഇരിപ്പിടം പോലും കണ്ടെത്തി പുതച്ചിരിക്കുമ്പോൾ തൻ്റെ ഉണ്ണിയെ കാണാതെ ഭുവനേശ്വരി ദേവി വിളിക്കാൻ തുടങ്ങി, നരേന്ദ്ര എവിടെയാ നീ? തൻ്റെ ഉണ്ണി വിളി കേൾക്കാതിരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം പെരുമ്പറ പോലെ കൊട്ടാൻ തുടങ്ങി.
ഇരുട്ട് മൂടാൻ തുടങ്ങുന്നു. കയ്യിലൊരു റാന്തൽ വിളക്കുമെടുത്ത് ഭുവനേശ്വരി ദേവി നടക്കും. നരേന്ദ്ര, ബിലേ, നീ എവിടെ? വിളി കേൾക്കാൻ, ഉണ്ണിയുടെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ട് അമ്മ നടക്കുകയാണ്. അപ്പോ അങ്ങ് കദളിവാഴത്തോട്ടത്തിനിടയിൽ ഒരു അനക്കം കേട്ടു. കരഞ്ഞുകൊണ്ട് ഭുവനേശ്വരി ദേവി അങ്ങ് ചെന്നപ്പോ ആ തണുത്തു വിറച്ചിരുന്നു കൊണ്ട് കദളിവാഴത്തോട്ടത്തിന് ഇടയിലിരുന്ന് ചുണ്ടി രാമമന്ത്രവുമായിരിക്കുന്ന തൻ്റെ ഉണ്ണിയെ കണ്ട് ഓടിച്ചെന്ന് വാരിയെടുത്ത് ചുണ്ടിലൊരു മുത്തം നൽകിയിട്ട് ഭുവനേശ്വരി ദേവി ചോദിച്ചു, ഉണ്ണി, നീ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? നിഷ്കളങ്കമായ തൻ്റെ ചുണ്ടുകൾ വിടർത്തി കൊച്ചു നരേന്ദ്രൻ പറയും, അമ്മ എന്നോട് പറഞ്ഞില്ലേ ഈ കദളിവാഴത്തോട്ടത്തിലെ കദളിവാഴപ്പഴങ്ങൾ കഴിക്കാൻ സന്ധ്യാസമയത്ത് ഹനുമാൻ സ്വാമി വരുമെന്ന്? ഞാൻ ആ ഹനുമാൻ സ്വാമിയെ കാണാൻ വന്നതാ. നിഷ്കളങ്കമായ തൻ്റെ ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് ഭുവനേശ്വരി ദേവി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഉണ്ണി, ഹനുമാൻ സ്വാമി സന്ധ്യാസമയത്ത് രാമമന്ത്രം ചൊല്ലുന്ന സമയല്ലേ? ആ സമയത്ത് ഹനുമാൻ സ്വാമിയെ ബുദ്ധിമുട്ടിക്കാമോ? താൻ പറഞ്ഞ ഒരു വെറും വാക്കിൻ്റെ ഉള്ളിലാണെങ്കിലും കുട്ടിയുടെ ഉള്ളിൽ ഹനുമാൻ എന്ന ഈ ഭാവത്തെ കൊടുക്കാൻ സാധിച്ച ഭാരതത്തിൻ്റെ അമ്മ, ഗുരു, വളരെ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം എന്ന ഈ മനോഹരമായ ഭാവം കൊടുത്തിരുന്നു നമ്മുടെ നാട്ടിൽ. കൊടുക്കാൻ അമ്മയുണ്ടോ എന്ന്? ധാരാളം സ്ത്രീകളുണ്ട് ലോകത്ത്. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു അമ്മയെ കണ്ടില്ല. അച്ഛനുണ്ടോ? ഇല്ല. പുരുഷന്മാർ ധാരാളം ഉണ്ട് കേട്ടോ, അച്ഛനില്ല. ഇന്നൊരു വീടാവണമെങ്കിൽ 4 ഘടകം വേണത്രേ. എന്താ വേണ്ടതെന്നറിയോ? ഡാഡി, മമ്മി, ഒരു കുട്ടി, ഒരു പട്ടി, 4 എണ്ണം. ഫ്ലാറ്റിലാണ് ജീവിതം. ഡാഡിയും അമ്മയും കുട്ടിയും പട്ടിയും കൂടി 4 പേരും കൂടി ഫ്ലാറ്റിൽ ജീവിക്കുമ്പോൾ ഈ കുട്ടിക്ക് കളിക്കാൻ ആരും കൂട്ടില്ല. ആകെയുള്ളത് ഈ പട്ടിക്കുട്ടിയാണ്. ഈ പട്ടിക്ക് കുട്ടി ഒരു പേര് വിട്ടു, ഡാഡു എന്ന് പേര് വിട്ടു. ഈ ഡാഡുവും കുട്ടിയും വലിയ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ ഈ ഡാഡുവും കുട്ടിയുമാണ് ഒരുമിച്ച് കിടന്നുറങ്ങുക, കളിക്കുക, ചിരിക്കുക. ഈ കുട്ടിയുടെ എല്ലാം ഡാഡുവാണ്. ഒരു ദിവസം കുട്ടി ക്ലാസ് എല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത കുട്ടികളുടെ അടുത്ത് എന്തിനോ പോയി. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ ഈ ഡാഡു, ഈ നായ ചത്ത് കിടക്കുക. വിഷമമായി അമ്മയ്ക്ക്. അമ്മ ഡാഡിയോട് പറഞ്ഞു, ഷോ, ആ പട്ടി ഡാഡു മരിച്ചുല്ലോ, നിങ്ങളൊന്ന് പറയുക അവനോട്, അവനിത് സഹിക്കാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അവൻ നിന്റെ മോനല്ലേ, നീ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ചെന്ന് കുട്ടി ആരോടോ കളിച്ചുകൊണ്ടിരിക്കുക, ആ കൂട്ടുകാരോട്. അപ്പോൾ വിളിച്ചു പറഞ്ഞു, മോനെ, ഡാഡു മരിച്ചുടാ. ഓ, അവൻ കളിക്കുക. അമ്മയ്ക്ക് ദേഷ്യം വന്നു മനസ്സിൽ. ഇവനാണോ കരയുമെന്ന് ഞാൻ ഇത്ര നേരം വിചാരിച്ചത്? ഇത്രയ്ക്ക് ഹൃദയല്ലേ ഉണ്ടായോ അവന് എന്ന് വിചാരിച്ച് അമ്മ തിരിച്ചു വന്ന് അച്ഛനെ കുറെ ചീത്ത പറഞ്ഞു, വഴക്ക പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ മോനാ, എൻ്റെ മോനല്ല എന്ന് പറഞ്ഞു. കുട്ടി കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡാഡു എന്ന് പറഞ്ഞ് വിളിച്ച വന്നെ. അപ്പം അമ്മ ചോദിച്ചു, എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മുടെ ഡാഡു മരിച്ചു പോയടാ. എൻ്റെ ഡാഡു മരിച്ചോ? കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് സഹിച്ചില്ല. അപ്പം അമ്മ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, അല്ല മോനെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഡാഡു മരിച്ചു എന്ന്? ആ, അമ്മ ഡാഡു മരിച്ചു എന്നാണോ പറഞ്ഞ? ഞാൻ ഡാഡിയാന്നാ വിചാരിച്ചേ എന്ന് പറഞ്ഞു. അത് ശരി, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡാഡി. ഇതാണ് പുത്തൻ കാലത്തിലെ എഡ്യൂക്കേഷൻ. ഡാഡി മരിച്ചാൽ കുട്ടിക്ക് പ്രശ്നമില്ല, അവൻ കളിച്ചോളും. പക്ഷെ ഡാഡു മരിച്ചാൽ അവന് സഹിക്കില്ല. എവിടെ പോയി നമ്മുടെ വിദ്യാഭ്യാസം? എവിടെ പോയി മടിത്തട്ടിൽ ഇരുത്തി സംസ്കാരത്തെ കൊടുക്കാൻ പറഞ്ഞ ഋഷിയുടെ വാക്ക് എവിടെ പോയി? ഭാരതത്തിന്റെ ഗുരുപരമ്പര മടിത്തട്ടിലിരുത്തി സംസ്കാരം കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ എവിടെ പോയി?
കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കണേ. വർത്തമാനകാലത്തിൽ ഭാരതത്തിലെ ഋഷിയുടെ ഈ വാക്കുണ്ടല്ലോ, ആ വാക്ക് മനോഹരമായി വിദ്യയെ അഭ്യസിപ്പിച്ച മറ്റൊരമ്മയുണ്ട് നമുക്ക്, സാക്ഷാൽ സുമിത്രാമ്മ. സുമിത്രാമ്മ കൊടുത്ത പോലെ ഒരു നല്ല വിദ്യാഭ്യാസം ഭാരതത്തിൽ ഇനി കിട്ടുമോന്നറിയില്ല. ആരോ ചോദിച്ചു, ഇനിയുള്ള ഭാരതത്തിന്, കേരളത്തിന് എന്താണ് ഒരു പ്രതിവിധിയുള്ളത് രക്ഷപ്പെടാൻ? അപ്പ പറഞ്ഞു, ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ. ലക്ഷ്മണന്മാർ പുനർജനിച്ചാൽ ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും. ലക്ഷ്മണൻ എന്താ പുനർജനിക്കാത്തത്? അപ്പള ഉത്തരം പറഞ്ഞത് സുമിത്രാമ്മയില്ല. സുമിത്രാമ്മയില്ലെങ്കിൽ ലക്ഷ്മണനുണ്ടോ? വനത്തിൽ പോകുന്ന തൻ്റെ മകനോട് എഡ്യൂക്കേഷൻ അല്ല അമ്മ കൊടുത്തത്, വിദ്യാഭ്യാസമാണ്. രാമം ദശരഥം വിദ്ധീം മാം വിദ്ധി ജനകാത്മജാം അയോധ്യ അടവിം വിദ്ധി ഗച്ഛതാഥയതാസു. അങ്ങനെ പോയി തിരിച്ചു വാ എൻ്റെ മോൻ. കൊടുത്തത് വിദ്യാഭ്യാസമാണ് കേട്ടോ, എഡ്യൂക്കേഷൻ അല്ല. അമ്മ കൊടുത്ത വിദ്യാഭ്യാസം നോക്കണേ. രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥനെ പോലെ കാണണം എന്ന് പഠിപ്പിച്ചില്ല. അല്ലെങ്കിൽ ഈ പോലെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഡിക്ഷണറി നോക്കല്ലേ. വർത്തമാന കാലത്തെ ഒന്ന് കണ്ണു തുറന്നു നോക്കൂ. പോലെ എന്ന് പറഞ്ഞ അർത്ഥം അല്ല എന്നാണ്. അത് ശരിയല്ലല്ലോ. അമ്മായി അമ്മ മരുമകളെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇവളെനിക്ക് മോളെ പോലെയാണ് എന്ന് പറഞ്ഞു. അടുത്തുനിന്ന് അമ്മായിയമ്മ ചോദിച്ചു, അപ്പം മോളല്ലേ? മോൻ്റെ ഭാര്യ. അപ്പൊ പോലെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അല്ല. മക്കള് പറഞ്ഞു, എനിക്ക് എൻ്റെ ആങ്ങളെ പോലെ അമ്മ, അതാ ഞാൻ ബൈക്കിന്റെ പുറകെ ഇരുന്ന് പോകുന്നത്. അമ്മയ്ക്ക് സമാധാനം, ആങ്ങളെ പോലെയല്ലേ. 3 ദിവസം കഴിഞ്ഞു കുട്ടിയെ കാണാനില്ല. ഈ പോലെ പറഞ്ഞവന്റെ കൂടെ പോയി. ആങ്ങളെ പോലെയാണ് കേട്ടോ, ആങ്ങളെ അല്ല. ഈ പാവ അമ്മയ്ക്ക് ഇത് വല്ലതും മനസ്സിലാവുണ്ടോ? രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥനെ പോലെ കാണാനല്ല അമ്മ പഠിപ്പിച്ചത്. രാമൻ ദശരഥൻ തന്നെ. ആർക്കാണോ അമ്മ മാതൃദേവനായിട്ടുള്ളത്, നീ അങ്ങനെയാവൂ. അടുത്ത വരി വളരെ വിശിഷ്ടം. മാം വിദ്ധീം ജനകാത്മജാം, ജനകന്റെ പുത്രി ജാനകി. ഞാൻ തന്നെ കേട്ടോ, മാറ്റില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് എൻ്റെ മോൻ തിരിച്ചു വാ. അപ്പോഴാണ് തോന്നിയത് 25 വയസ്സുണ്ട് ലക്ഷ്മണന്. ഇത് കേൾക്കുമ്പോ ഒരു വയസ്സ് അങ്ങോട്ടും തെറ്റില്ല, ഇങ്ങോട്ടും തെറ്റില്ല. ആ 25 വയസ്സുള്ള തുടുത്ത യൗവനമുള്ള ഈ കുട്ടി അമ്മ പറഞ്ഞ ഈ വാക്കിനെ ജീവിതത്തിൽ അഭ്യസിച്ചാൽ ലക്ഷ്മണന് വിദ്യാഭ്യാസമുണ്ട്, ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണെന്ന് ഉറപ്പിക്കണേ. സമയം കുറച്ച് കഴിഞ്ഞു പോയി. രാവണനാൽ അപഹരിക്കപ്പെട്ട് സീതാദേവി അങ്ങ് ലങ്കാനഗരിയിൽ പോയിരിക്കുകയാണ്. സീതയെ തേടിക്കൊണ്ട് 25 വയസ്സുള്ള തേജസ്വികളായ യുവാക്കന്മാർ ആ വനത്തിലൂടെ നടക്കുന്നത് അങ്ങ് ബാലികേറാമലയുടെ മുകളിലിരുന്ന സുഗ്രീവൻ കണ്ടു. ആ പോകുന്ന തേജസ്വികളായ യുവാക്കന്മാർ ആരെന്നറിഞ്ഞു വരിക എന്നും പറഞ്ഞു. ഹനുമാൻ ചെന്നു, വേഷവുമൊക്കെ മാറി. ഏതായാലും തുല്യ ദുഃഖിതരായ 2 പേർ തമ്മിൽ കണ്ടുമുട്ടി. സുഗ്രീവന്റെ ഭാര്യയും പോയി, രാമന്റെ ഭാര്യയും പോയി. തുല്യ ദുഃഖിതരാണ് 2 പേരും. അങ്ങനെയുള്ളവർ കണ്ടുമുട്ടി. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പ പറഞ്ഞു, മുകളിൽ കൂടി പോയ ഒരമ്മ താഴേക്ക് ഇട്ട് തന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ ഭാര്യയുടെയാണോ എന്നൊന്ന് നോക്കൂ. വാൽമീകി വർണ്ണിച്ച രാമന് സീത പോയി എന്ന് കേട്ടതോടുകൂടി ചിത്തഭ്രമം വന്ന് സർവ്വതും മറന്നുപോയ രാമന് ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ല. ആ സ്വർണ്ണാഭരണങ്ങളിലേക്ക് നോക്കിയിട്ട് പാവം രാമൻ കരഞ്ഞുകൊണ്ട് ചിത്തത്തിന് ഭ്രമം വന്നു. രാമന് കണ്ണിൽ കണ്ട മാൻപേടകളോടും പക്ഷികളോടും മൃഗങ്ങളോടും വനത്തിനോടും ഒക്കെ എൻ്റെ സീതയെ കണ്ടോ എന്ന് ചോദിച്ച് ബോധരഹിതനായ രാമനെ വർണ്ണിക്കുന്നില്ലേ വാൽമീകി? ഒന്നും മനസ്സിലായില്ല. സ്വർണ്ണാഭരണമാണ് കേട്ടോ, ഓർക്കണേ. 20,242 രൂപ പവന വിലയുള്ള സ്വർണം. എത്ര ചിത്തഭ്രമം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവും, പക്ഷെ രാമന് മനസ്സിലായില്ല. നോക്കി രാമൻ,
എന്നിട്ട് 25 വയസ്സും തുടുത്ത യൗവനവുമുള്ള തൻ്റെ അനുജനോട് പറഞ്ഞു, ലക്ഷ്മണ, നിനക്ക് വല്ലതും മനസ്സിലായോ? ലക്ഷ്മണൻ ആ സ്വർണ്ണാഭരണങ്ങളിലേക്ക് നോക്കിയിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ അറിയാ കുണ്ഠലങ്ങൾ, അറിയാ തോൾവളകൾ, ഞാൻ അറിയുന്നതു ചിലങ്കയാം സദാപാദം വന്ദിക്കയാൽ. ഞാൻ അറിയാ കുണ്ഠലങ്ങൾ, ഈ കുണ്ഠലം, ജിമിക്ക്, കമ്മല് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് ആരുടെയാണാവോ. ഞാൻ അറിയാ തോൾവളകൾ, ഈ വളയും മാലയും എനിക്ക് മനസ്സിലായിട്ടില്ല, ഇത് ആരുടെയാണാവോ. ഞാൻ അറിയുന്നതു ചിലങ്കയാം, ആ ചിലങ്ക, കൊലുസ്, പാദസരം, അതെനിക്ക് മനസ്സിലായി. അതെൻ്റെ ഏട്ടത്തിയമ്മയുടെ തന്നെ. എങ്ങനെ മനസ്സിലായി? ഞാൻ സദാപാദം വന്ദിക്കയാൽ, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഏട്ടത്തിയമ്മയുടെ പാദനമസ്കാരം നടത്താറുണ്ട്. അതല്ലാട്ടോ അത്ര വലിയ കേമം. എന്താ കേമം? എന്നിട്ടും 25 വയസ്സും തുടുത്ത യൗവനവുമുള്ള ഈ സൗമിത്രിക്ക് മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്ന സൗമിത്രിയുടെ മൂല്യബോധമില്ലേ? സൗമിത്രിയുടെ വിദ്യാഭ്യാസം കണ്ടോ? സൗമിത്രിയുടെ സംസ്കാരം കണ്ടോ? സൗമിത്രിയുടെ വിദ്യാഭ്യാസം കാണണം നമ്മൾ. തുടുത്ത യൗവനത്തിലും അമ്മ പഠിപ്പിച്ചു, മാം വിദ്ധി ജനകാത്മജാം എന്ന ഈ വിദ്യാഭ്യാസമാണ് ഭാരതത്തിൻ്റെ ഗുരുപരമ്പര. നമുക്ക് അവോളം തന്നതിൽ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബ ഭാവനയും പറയാനൊരു ശ്രമമാണ് ഞാൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഗുരുക്കന്മാർ നമുക്ക് തന്ന ഈ മനോഹരമായ ഈ ഭാവത്തെ നമുക്കടുത്തൊരു തലമുറയിലേക്ക് കൊടുക്കണം. അതിനാണ് ഗൃഹസ്ഥാശ്രമിക്ക്, ഗൃഹസ്ഥ ധർമ്മം ജീവിതത്തിൽ പരിപാലിക്കുന്നതിൽ ഈ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞ പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രഥമഗണനീയമായ ബ്രഹ്മയജ്ഞം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള, സ്വാധ്യായത്തിലൂടെ എല്ലാ ദിവസവും പഠിച്ച് അറിഞ്ഞ് വളരാനുള്ള, അടുത്ത തലമുറയ്ക്ക് ഈ ശാസ്ത്രങ്ങളെ നമ്മുടെ ഋഷിമാർ നമുക്ക് തന്നതിനെ പഠിപ്പിക്കാനുള്ള ഈ ഭാവം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്കൊന്ന് കൊടുക്കണ്ടേ? അത് കൊടുക്കണമെങ്കിൽ ഗുരുക്കന്മാരെല്ലാം ആചാര്യന്മാരുമാണ് നമുക്ക്. വർത്തമാനകാലത്തിലെ സമൂഹത്തിന് ആവശ്യം ആചരിച്ച് കാണിക്കുന്ന ഗുരുവിൻ്റെ ഈ പ്രതിരൂപങ്ങളെയാണ്. 3 ഭാവങ്ങൾ, 3 ലക്ഷണങ്ങളുണ്ട്. ആചാര്യൻ ശാസ്ത്ര പഠനത്തിൽ മുൻപന്തിയിലായിരിക്കണം, അതേപോലെ തന്നെ ആചരിച്ച് കാണിക്കണം. ശിഷ്യനെ സ്ഥാപിക്കും വേണം ആ ഭാവത്തിൽ. ഇത് 3 നൽകി, ഇത് 3 കാണിക്കുന്ന മനോഹരമായ ഈ ഭാവമുള്ള ഈ ബ്രഹ്മയജ്ഞം വീട്ടിൽ അനുഷ്ഠിച്ച് നമ്മുടെ ഗുരുക്കന്മാരോട്, ഋഷിമാരോട് നമുക്കുള്ള ഋണം നമുക്ക് പൂർത്തീകരിക്കണം. അതിന് ഗുരുപരമ്പരയുടെ മഹത്തായ ആശയത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുക. ഭഗവാൻ സത്യസായി ബാബയുടെ അടുത്ത് ഒരമ്മ കരഞ്ഞുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാ സ്വാമി. സ്വാമി ചോദിച്ചു, നിങ്ങൾ എന്തിനാ മരിക്കണത്? എൻ്റെ മോള് ഇന്നലെ എന്നെ തല്ലും എന്ന് പറഞ്ഞു. എത്ര വയസ്സായി നിങ്ങളുടെ മോൾക്ക്? 19 വയസ്സായി സ്വാമി. അവൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചതാ. എന്നിട്ട് ഞാനൊരു വിവാഹം പോലും കഴിക്കാതെ ഞാൻ ജീവിച്ചത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ ഒറ്റപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ യൗവനം മുഴുവൻ ഞാൻ അവൾക്ക് വേണ്ടി തപം ചെയ്തതാ സ്വാമി. അവളിപ്പോൾ എന്നോട് തല്ലും എന്ന് തന്നെ പറഞ്ഞു തുടങ്ങി. എന്നോട് ആക്രോശിക്കുന്നു അവൾ. മരിക്കണമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചതാണ്. പക്ഷെ അവളുടെ മുഖം മനസ്സിലേക്ക് വന്നാൽ എനിക്ക് അതിനും സാധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കരയാണ് അമ്മ. സത്യസായി ബാബ പറഞ്ഞു, നിങ്ങളുടെ മോൾക്ക് 19 വയസ്സായി എന്നല്ലേ പറഞ്ഞേ? അതെ. അവളിപ്പോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല അല്ലേ? അപ്പൊ അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ ഒരു പ്രായം ഉണ്ടായിരുന്നില്ലേ? ഉവ്. അന്ന് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. എന്നാ അനുഭവിച്ചോളൂ കേട്ടോ, അനുഭവിച്ചോളൂ. എന്ത് ചെയ്യാൻ പറ്റും?
പറഞ്ഞാൽ മനസ്സിലാവണ പ്രായത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയമുണ്ടോ? വേണം. പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം അതിനുള്ളതാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന കർത്തവ്യം അത് കയ്യിൽ പിടിച്ച് നമ്മുടെ ഗുരുപരമ്പരയോട് നമുക്കുള്ള തപസ്, ഭക്തി, ഭാവം ഒക്കെ ഇത് പഠിക്കാനും പഠിപ്പിക്കാനുമാകണം എന്ന പ്രാർത്ഥനയോടെ ഈ സമയം, നിശ്ചയിക്കപ്പെട്ട വിഷയം 2 ഭാവങ്ങളിലാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, ഭാരതത്തിൻ്റെ ഗുരുപരമ്പര നമുക്ക് തന്നത് എഡ്യൂക്കേഷൻ അല്ല, വിദ്യാഭ്യാസമാണ്. അത് നമുക്ക് വേണം. അത് നടക്കേണ്ട ഇടം നമ്മുടെ കുടുംബ സംവിധാനമാണ്. അതും നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതാണ്. ആ കുടുംബങ്ങളിൽ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രഥമഗണനീയമായിട്ടുള്ള നമ്മുടെ ഈ ബ്രഹ്മയജ്ഞം, അത് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു ഭാവം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തത്വസമീക്ഷാ സത്രത്തിൽ എന്നെപ്പോലെയുള്ള ഒരാളെ പറയാറുണ്ട് സാധാരണ, ഈ സ്വർണമാലയോടുകൂടി വാഴനാര് കൂട്ടിക്കെട്ടുക എന്ന്. വലിയ വലിയ വിദ്വാൻമാർ വന്ന്, അതും എനിക്കൊരു വിശേഷമുണ്ട്, ഞാൻ കസേരയിലാണ് ഇരുന്നേ, ബാക്കി എല്ലാവരും അങ്ങനെയല്ല. ക്ഷമിക്കണം കേട്ടോ, ഒരു ഉഴിച്ചിലൊക്കെ കഴിഞ്ഞ് നല്ലിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് താഴെ ഇരിക്കാനുള്ള വിഷമം കൊണ്ടാണ് ആള് മാത്രം കസേരയിൽ കയറി ഇരുന്നേ എന്നൊന്നും വിചാരിക്കല്ലേ, ക്ഷമിക്കണേ. അങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന, എനിക്ക് മനസ്സുകൊണ്ട് അവിചാരിതമായി ഞാൻ കണ്ടുമുട്ടിയതാണ് വിജയൻ മേനോൻ സാറിനെ. എന്നോട് 4-5 മാസം മുമ്പ് നമ്പറൊക്കെ തന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒരു മഹാഭാഗ്യല്ലേ, വലിയ പ്രൗഢമായ ഒരു സദസ്സിൻ്റെ മുന്നിൽ എന്ത് തെറ്റ് പറഞ്ഞാലും ക്ഷമിച്ചോളും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് സാറ് തന്നു. അതുകൊണ്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ടും, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അധികം പറയുന്നവൻ നുണയും പറയും, അതുകൊണ്ട് നുണയേറ്റ് വല്ലതൊക്കെ തോന്നിയുണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ, നല്ലതായി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇവിടെ ഇന്നത്തെ ദിവസം ഞാൻ ലൈവായിട്ട് കണ്ടു. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആ ഐശ്വര്യം തുളുമ്പുന്ന ഭാവം കണ്ടിരുന്നു. ആ ഭാവത്തോടു കൂടി സാക്ഷാൽ ശ്രീകൃഷ്ണനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുശ്ശേരി നമ്പൂതിരി പറഞ്ഞതുപോലെ, കടലായ കണ്ണൻ്റെ വേണുഗാനത്തിൽ മുങ്ങി പൊങ്ങിയപ്പോഴാണ് ചെറുശ്ശേരിക്ക് ആ മഹാകാവ്യഗാഥ തോന്നിയത് എന്ന് സാക്ഷാൽ ചെറുശ്ശേരി നമ്പൂതിരി പറഞ്ഞതുപോലെ മേൽപ്പത്തൂർ ഭട്ടതിരിയോട് ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയേ എന്ന് ചോദിച്ചപ്പോൾ, ഗുരുവായൂർ ക്ഷേത്രമണ്ഡപത്തിൽ നിന്നപ്പോഴാണ് മേൽപ്പത്തൂരായി ശ്രീകൃഷ്ണ ജ്യോതിർനാളത്തിൽ അവതരിച്ചത് എന്ന് പറഞ്ഞതുപോലെ സാക്ഷാൽ കൃഷ്ണനെ, സാക്ഷാൽ ഈശ്വരനെ, സർവേശ്വരനെ, പ്രപഞ്ച പരിപാലകനായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈശ്വര പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.